പിന്നെ അവൻ കൈമ കിട്ടുന്ന എടുത്ത് എറിയുക എന്തൊക്കെയോ ചെയ്ത് ഇവിടെ ഈ അകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അപ്പോൾ അവൻ ശരിക്കും അന്നേരമാണ് പറയുന്നത്, ഈ കൊല്ലാൻ തന്നെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്, കൊല്ലും ഞാൻ, എനിക്കൊരു മടിയില്ല കൊല്ലാൻ, സമയമുണ്ട്, അടുത്ത മാസമാണ് ഞാൻ സമയം കണ്ടുവച്ചത്, ഞാൻ എന്തായാലും ജയിലിൽ പോകണം, അപ്പോൾ എല്ലാത്തിനെയും കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ, ആരും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ ഓന് ഈ അടുത്ത മാസം എന്ന് പറയുന്നത് ഒരു കണക്കാണ്. കാരണം അടുത്ത ഏപ്രിലിൽ ഈ മോള് ഗൾഫിൽ നിന്ന്, എൻ്റെ മോള് ഗൾഫിലാണ്, അവൾ നേഴ്സാണ്, ഓള് വരും എന്നാണ് അവൻ്റെ ഒരു ഓർമ്മ. കാരണം കഴിഞ്ഞ ഏപ്രിൽ ഓള് പോയതാ, ഓള് ശരിക്കും വരുന്നില്ല, അപ്പം ഈ ഏപ്രിൽ ഓള് വരുന്നു. അപ്പം അതാണ് ഓൻ കരുതി നിൽക്കുക, അവൾ വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊന്നിട്ട് ഓന് ജയിലിൽ പോകാന്നുള്ള. അപ്പോൾ ഓൻ്റെ ആ വാക്കിലുള്ള ഒരു ഉറച്ചൊരു വാക്കാണ് ഓൻ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞ പോലെയല്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ആകെ പേടിച്ചു പോയി. ഇനിയിപ്പം ഞാൻ അവനെ ഈ അകത്ത് വെച്ച് സംരക്ഷിച്ചാൽ ഏറ്റവും വലിയ ആപത്തേക്ക് എനിക്ക് വരാൻ പോകുന്നതെന്ന് തോന്നി. ഞാൻ മരിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല, ഒന്നും അറിയാത്തൊരു കുട്ടിയുണ്ട്, പിന്നെ അതുമല്ല നമ്മൾ മരിക്കാതെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടന്നു പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങോട്ട് തോന്നിയപ്പോഴാണ് ഞാൻ ഇന്നലെ പോലീസിനെ വിളിച്ചിങ്ങോട്ട് കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല, ജോലിക്ക് പോയതാണ്. അപ്പം ഞാൻ ചോദിച്ച് ഞാൻ ഇങ്ങനെയാണ് എന്താ ചെയ്യണം. അപ്പം എന്നോട് പറഞ്ഞ് ഈ വിളിച്ച് പറഞ്ഞേക്ക് ഓനകത്ത് കിടന്നോട്ടെ, അതാണ് നല്ലത് എന്ന്. അപ്പോൾ ആ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് ധൈര്യമായി. കേട്ടത് സ്വന്തം മകനെ പിടിച്ച് പോലീസിൽ കൊടുക്കേണ്ടി വന്ന ഒരു പെറ്റ വയറിന്റെ വേദനയാണ്. ലഹരിക്കയത്തിൽ വീണത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് 13-14 വയസ്സാണ് അവന് പ്രായം. അക്രമകാരി. സ്വന്തം ചേച്ചി നിറവയർ ഗർഭിണിയായിരിക്കെ വയറ്റിന് നോക്കി ചവിട്ടിയ ക്രൂരനാണ്. മകളുടെ കുഞ്ഞിനെ ഉപദ്രവിച്ചതിന് പോക്സോ കേസ് നേരിടുന്നവനാണ്. ഗ്ലാസ് പൊട്ടിച്ച് സ്വയം മുറിവേൽപ്പിക്കുകയും വീടിന് തീയിടുകയും ചെയ്യുന്ന ഒരുത്തൻ. ഗൾഫിൽ നിന്ന് ചേച്ചി വരുന്ന അടുത്ത മാസം അമ്മയും അച്ഛനെയും അമ്മുമ്മയും സഹോദരിയും അടക്കം എല്ലാവരെയും കൊല്ലുമെന്ന 26-കാരൻ ഉറച്ചു പറഞ്ഞപ്പോൾ അമ്മ പോലീസിനെ വിളിച്ചു. ഭാഗ്യം രാഹുൽ അകത്തായത് കാരണം വെഞ്ഞാറമൂട് മോഡൽ ചോരപ്പുഴ ഒരിക്കൽ കൂടി കേരളത്തിന് കാണേണ്ടി വന്നില്ല. പെരുമ്പാവൂർ ലിഷോയും സംഘവും അക്ഷയ് എന്ന യുവാവിനെ വീടിന്റെ തിണ്ണയിലിട്ട് തലയ്ക്കും ശരീരത്തും ആഞ്ഞു വെട്ടി തീർത്ത് കളഞ്ഞത് ഇൻസ്റ്റാഗ്രാം റീൽ ചിത്രീകരണത്തെ തുടർന്നുള്ള വാശിക്കാണ്. കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒക്കെ നാർക്കോട്ടിക് ഡോൺസ്. താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ വീട്ടുകാരെ പോലും വകവയ്ക്കാതെ വിശ്വസിച്ചിറങ്ങി വന്നൊരു പെൺകുട്ടിയെ, ഷിബിലയെ, യാസർ എന്നൊരു പരമദുഷ്ടൻ പല കുത്തുകൾക്ക് കൊന്നുകളഞ്ഞത് 3 വയസ്സുള്ള സ്വന്തം കുഞ്ഞിന്റെ മുന്നിലിട്ടാണ്. അമ്മയെ കൈവറയ്ക്കാതെ കഴുത്തറത്ത് കൊന്നൊരു മുടിഞ്ഞ പുത്രന്റെ കൂട്ടുകാരനാണ്. ഇരുവരുടെയും തലച്ചോറിൽ പൊളച്ചത് 1 MDMA അടക്കം മാരക രാസലഹരി. ഏറ്റവും ഒടുവിൽ ഇന്ന് കേട്ട തൊടുപുഴയിൽ ഒരു ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളി കൊട്ടേഷൻ കൊടുത്ത് കൊന്ന് ഗോഡൌണിന്റെ മാൻഹോളിൽ തള്ളിവെച്ചത് പോലീസ് കണ്ടെത്തിയതും അറസ്റ്റുകളുമാണ്. പാണ്ടിക്കാട്ടെ എയർഗൺ വെടിവെപ്പിൽ പരിക്കേറ്റ ലുക്മാന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണ്. ലഹരി മരുന്ന് വേട്ട നിർബാധം തുടരുമ്പോഴും അത് വാർത്തകളിൽ ഇത്ര നിറയുമ്പോഴും ഈ ബ്രൂട്ടൽ കൊലപാതകങ്ങൾക്ക്, ചോര കൊണ്ടുള്ള വയലൻസിന്റെ ആഘോഷങ്ങൾക്ക്, കില്ലിംഗ് സ്പ്രീക്ക് അറുതിയില്ലാത്തത് എന്താണ്? എങ്ങനെയാണ് പ്രാണഭയമില്ലാതെ നമ്മൾ പേടിയില്ലാതെ റോഡിലിറങ്ങി നടക്കുക? ചോര കണ്ട് അറപ്പില്ലാതെ കൊന്നുതള്ളുന്ന അക്രമി സംഘത്തെ അടിച്ചമർത്തേണ്ടത് എങ്ങനെയാണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.